ആടിന്റെ ഒരു പ്രത്യേകത ഈ മണ്ടന്മാരുടെ ആരാണ് ഏറ്റവും വലിയ മണ്ടൻ, അത്രയും അതാണ് അവന്റെ തമാശയുടെ ഒരു റേഞ്ച് ഇരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള തമാശകൾ. എങ്ങനെയാ ഇതിന്റെ സ്ക്രിപ്റ്റ് സെൻസ്, അല്ലെങ്കിൽ എങ്ങനെയാ ഒരു സ്ക്രിപ്റ്റിനെ ജഡ്ജ് ചെയ്യുക? എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഫൈനല്. ഞാൻ ഇതാണ് ഞാൻ ഇതുവരെ ചെയ്താക്കുന്ന സിനിമകൾ. അതാണ് ഒരാൾ വന്നു കഴിഞ്ഞിട്ട് എത്രയോ കഥകൾ ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മളുടെ തന്നെ ടീമുകൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും, ഞങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓക്കെ എന്ന് പറയും. അപ്പൊ അങ്ങനെ മാത്രമേ ഉള്ളൂ. അത് ഞാനിങ്ങനെ കഥ കേൾക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിൽ നിൽക്കണോണ്ട് പല രീതിയിലും പല റെക്കമെൻഡേഷനിൽ കൂടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിപ്പോ റെക്കമെൻഡേഷൻ ഇപ്പൊ ആന്റണി വരുമ്പോ ഒരു അടുത്ത സുഹൃത്താണല്ലോ, അപ്പൊ അദ്ദേഹം പറയാണ് ഒരു നല്ല സ്ക്രിപ്റ്റ് കേട്ടു, ഒന്ന് കേട്ട് നോക്കൂ, അപ്പൊ കുറച്ച് മെറിറ്റ് കൂടും. അങ്ങനെയാണ് എന്റെ സാധാരണ എന്റെ അടുത്ത് പറഞ്ഞ ആൻഡ്രൂ ജോസഫിനെ പോലുള്ള ആൾക്കാരാണ് എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടാ ഒരു കഥ ഉണ്ട് ഒന്ന് കേൾക്കുന്നു പറയും. അപ്പൊ ഞാനത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ ആ സിനിമയിലോട്ടോ. അപ്പൊ ഇപ്പൊ അറിയാലോ, രേഖാചിത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞെങ്കിലും ഇതിന് ശേഷം ഞാൻ എത്രയോ കഥകൾ കേട്ടു. എത്ര കഥ കേട്ടിട്ടുണ്ട് ഒരു ഉദ്ദേശം? എനിക്ക് പറഞ്ഞാൽ എങ്ങനെയുണ്ടെങ്കിൽ ഒരു 25-30 കഥയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിലർ വാട്സപ്പിൽ 1 ലൈൻ അയച്ചു തരും, ഇത് ചെയ്യാൻ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തരാറുണ്ട്. അപ്പൊ അത് കുറച്ച് വായിക്കുമ്പോ തന്നെ നമുക്കറിയാം അത് എന്താണെന്ന് നമുക്ക് ഏകദേശം. പിന്നെ സ്റ്റോറി പറയാനായിട്ട് ഇപ്പൊ ഇവിടെ വരാറുണ്ട്. ചിലപ്പോൾ ദുബായിൽ ഞാൻ താമസിക്കുന്നിടത്ത് അവിടെ വന്നു കഴിഞ്ഞിട്ട് താഴെ ഇരുന്നിട്ട് സംസാരിക്കും. അങ്ങനെ ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ചിലൊരു ഫോണിൽ കൂടി സൂം മീറ്റും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കൂടി ഒക്കെ കഥ പറയാറുണ്ട്. അപ്പൊ നമ്മള് ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും കുറെ വർഷങ്ങളായിട്ട് അവർ ചെയ്താക്കണായിരിക്കുള്ളൂ. അപ്പൊ നമ്മളൊരു നമ്മളൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കൊടുക്കാനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ ഞാനത് ടൈം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അവർക്ക് പല പ്രൊഡ്യൂസേഴ്സും പറയാറുണ്ട് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് മലയാള സിനിമ വെച്ചുകൊണ്ട് പല ഡയറക്ടേഴ്സും കഥ പറയാൻ വരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു ഏലിയനുമായിട്ട് ഏരിയ 51 എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ലാൻഡ് ചെയ്യുന്ന നായകനും നായികയും അവരുടെ കഥകളും, അല്ലെങ്കിൽ ചന്ദ്രനും ഭൂമിയും, പിന്നെ 2 ടൈം സോണുകളിൽ ഇപ്പൊ അടുത്ത് 2 ടൈം സോൺ ഉണ്ട്. അങ്ങനെയല്ല, രാമായണത്തിന്റെ കഥയും അത് പാരലൽ ഇപ്പൊ നടക്കുന്ന, അങ്ങനെ വലിയ ബഡ്ജറ്റ് നമുക്ക് ഒരിക്കലും റിക്കവർ ആവാൻ പറ്റാത്ത രീതിയിൽ ഒരു സെറ്റിങ്ങിലൊക്കെ വരുന്ന കഥകൾ വരുന്നുണ്ട്. അത് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അങ്ങനത്തെ കഥകൾ വരാറുണ്ടോ? ഇഷ്ടംപോലെ അങ്ങനെ വരാറുണ്ട്. ഈ പറയുന്ന ഹിമാലയ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഇത് വെടിവെപ്പും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് വരാറുണ്ട്. പക്ഷെ അത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു മലയാള സിനിമയാണ്. അപ്പൊ മലയാളം ഓഡിയൻസിനെ എത്ര രീതിയിൽ, അതായത് ഒരു മലയാളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ വന്ന ഹീറോയിസും ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഒരു പരിധി വരെ മേലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു തെലുങ്ക് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ ബോളിവുഡ് സിനിമ വന്നു കഴിഞ്ഞാൽ എന്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നായകൻ ഒരു ട്രെയിൻ എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ അപ്പൊ നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൂടി പോകുന്നുണ്ട്. ഓക്കെ, ഇതൊരു മലയാളത്തിന് പറ്റിയതാണ്. അപ്പൊ ഈ പറയണത് ഇവര് വരുമ്പോ ഇത് ഏറ്റവും നല്ല സിനിമയാണ്, സാറിന് ഒരു 100 കോടി 100% ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിൽഡപ്പ് ചെയ്തത്. അതായത് നമ്മളാദ്യം തന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് പറയണത്. പക്ഷെ നമ്മളത് ഒരു മുൻവിധിയൊന്നും ഇല്ലാതെ വളരെ ഇതിലിരുന്നാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഈ പ്രത്യേകിച്ച് ഒരു പുതിയ റൈറ്റേഴ്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ അടുത്ത് കഥ പറയുമ്പോഴും അതിൽ അവര് ഈ ഓരോ സീനുകളുണ്ടെങ്കിൽ അത് പൊലിപ്പിച്ച് കാണിക്കാൻ നോക്കും. ഇപ്പൊ ഒരു ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കണേന്ന് അവര് ഒരാള് അവിടെ ചാടി അപ്പൊ ഇവിടെ നിന്ന് കുത്തി ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാനെപ്പോഴും പറയും ഇത് ഓക്കെ, അത് ആക്ഷൻ, നിങ്ങളത് കളയും, കഥയിലോട്ട് പോകുന്ന പറയും. അതായത് നമ്മളെ ഏതെങ്കിലും ഒരു സീൻ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യാനാണ് അവർ നോക്കുന്നത്, അല്ലാതെ ഒരു സിനിമയുടെ ഡോട്ടാക്കി അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ മണ്ടത്തരത്തിൽ പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വേറെ ഒരു സിനിമ വരും. ഞാൻ ആ സിനിമ കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്കത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് മേടിക്കും. സ്ക്രിപ്റ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഫുള്ള് വായിക്കും. അങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, അതിലോട്ട് അങ്ങനെ പോകേണ്ട വരാറില്ല. അപ്പൊ ഇത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റിന്റെ പുറകെ പോകുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് അതിനോട് ഒരു അഡിക്ഷൻ വരും, മനസ്സിലായില്ല. അപ്പൊ പിന്നെ നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു സൂപ്പർ കഥയാണെന്ന് അറിയും. പുറത്തുനിന്ന് നോക്കുന്ന സമയം അവന് ഇതൊരിക്കലും വർക്കൗട്ട് ആവാൻ തോന്നില്ലെങ്കിൽ അവർക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നും. അത് സ്വാഭാവികമായിട്ട് അത് എന്ത് ക്രിയേറ്റീവ് സാധനങ്ങളിലും വന്നതാണ്. ഇപ്പൊ ഒരു ഡയറക്ടർ സിനിമ എടുത്ത് കഴിയുമ്പോ അവനെ സംബന്ധിച്ച ഒരു വലിയ കാര്യമാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴായിരിക്കും ഇവൻ എന്താണ് ചെയ്തു വെച്ചാക്കുന്നത്. അത് ഈ പറയുന്ന എല്ലാ ക്രിയേറ്റീവിലും വന്നതാണ്. മിഥുൻ മാനുവലിന്റെ ഒരു മിടുക്കായി എന്താ അനുഭവപ്പെട്ടത്? മിഥുൻ മാനുവൽ ഇപ്പൊ ഈ പറയുന്ന മിഥുൻ മാനുവലിന്റെ ഒരുമാതിരി സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പുള്ളിക്ക് ഒരു എക്സ്ട്രാ ഒരു ടാലന്റ് ഉള്ള ഒരാളാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഈ ആട് സീരീസിലോട്ട് വരുമ്പോ ഇതൊരു സീരിയസ് സിനിമ അല്ല. അപ്പൊ അത് ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡിലും പുള്ളി എസ്പെഷ്യലി സെക്കൻഡ് പാർട്ടിൽ പുള്ളി അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഏതാ ഹ്യൂമർ ഇവരുടെ ഒരു ജേർണി ഇത് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിലെ ഡയലോഗുകളിൽ കൂടിയൊക്കെയാണല്ലോ അധികം ഇത് പറഞ്ഞത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, മനസ്സിലായില്ല, അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നൊന്നുമില്ല. അപ്പൊ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാർ ചിരിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹ്യൂമർ സക്സസ് ആക്കാന്നുള്ളതാണല്ലോ ഏറ്റവും ആക്ഷൻ ഈസി ആയിട്ട് ഒരു കൊണ്ടുപോയി ചെയ്യും. പക്ഷെ ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ അതിൽ പുള്ളി വിദഗ്ധനാണ്. ജയസൂര്യ എന്നുള്ള ഒരു നടൻ, അദ്ദേഹത്തിന്റെ 3 വർഷത്തിന് ശേഷം വരുന്ന പ്രോബബ്ലി റിലീസാണ് ആട് 3. അദ്ദേഹം ഒരു സിനിമയോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, സിനിമയുടെ ഒരു ഔട്ട്കം എങ്ങനെ വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു വിചാരം, ഒരു ബാങ്കബിളും അതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ഹീറോ ആയി ജയസൂര്യയെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ആട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അവരുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ട് പോലെ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷാജി പാപ്പൻ എന്ന് പറയുമ്പോ ഇതിലോട്ട് വരുമ്പോ പുള്ളി ഒരു ഷാജി പാപ്പൻ ആവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. പ്രത്യേകിച്ച് ആ പുള്ളിയുടെ മേക്കപ്പും കോസ്റ്റ്യൂം ഇതെല്ലാം കൂടി ചേർന്ന ആ രീതിയിലാണ്. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അഭിനയിക്കണ പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാനിതിന്റെ ഷൂട്ടിംഗ് ഞാൻ ആകെ 127 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിട്ട് ഞാൻ ആകെ 2 ദിവസമാണ് അവിടെ പോയേക്കണത്. എങ്കിലും ഞാൻ അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോ എന്ന് പറഞ്ഞാൽ അവര് വളരെ ഈസി ആയിട്ട് അഭിനയിച്ച് പോയേക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ചേക്കണേന്ന് തോന്നുന്നു. ഈ സിനിമയ്ക്കകത്ത് സിനിമയില് പ്രൊഡ്യൂസറെ കാണിക്കുന്ന ഒരു വിധം ഉണ്ടല്ലോ, അതായത് ഫുൾ ടൈം സെറ്റിൽ പിഴിയുന്ന നാരങ്ങയ്ക്ക് വരെ കണക്ക് വെക്കുന്ന പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കാറുണ്ടല്ലോ. ഇതെങ്ങനെയാണ്? അതായത് ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്പാദ്യവും ഇവിടെ ചെലവായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ ഫിസിക്കലി ഇവിടെ ഇല്ല, 2 ദിവസമൊക്കെ വരുന്നുള്ളൂ. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? മൈൻഡ് സെറ്റ് എങ്ങനെയാ അതിന്റെ? അല്ല, ഇപ്പൊ ഈ ആട് 3 പറ്റി നമ്മൾ ഫ്രൈഡേ ഫിലിമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്താക്കണം. അപ്പൊ അവര് നോക്കിക്കോളും. അവര് നോക്കണ്ട്. ഇപ്പൊ വിജയന്റെ ബ്രദർ ഉണ്ട്, ബിനു ഉണ്ട്, പിന്നെ എന്റെ ഇതിലുള്ള ഗോപൻ, അഖിൽ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഭംഗിയിലായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ അവരായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിക്കണത്. ഇപ്പൊ മഴ കാരണം ഷൂട്ടിംഗ് നിന്ന് പോയാൽ അല്ലെങ്കിൽ വേറെ എന്താണ് കാര്യങ്ങൾ, ഷൂട്ടിംഗ് ഡേയ്സ് നീണ്ടു പോണത്, അത് പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിക്കാതെ പൈസ മാത്രം കൊടുത്തിട്ടിരിക്കൊന്നുമില്ല. ഓരോ ചെറിയ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഷൂട്ടിങ്ങിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ അവിടെ ചെന്ന് എവിടെയെങ്കിലും ഒരു ചെയർ ഇട്ടിട്ടിരിക്കുക, വേറെ കുറച്ചു നേരം ഇവരായിട്ട് വാചടിക്കുക. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോ നമ്മളൊരു റെസ്പെക്ട് ചെയ്യണതിൽ ആ വിഷ്വൽ അതുവരെ എടുത്താക്കണത് മോണിറ്ററിൽ കാണിക്കും. ഇത് മാത്രമല്ല അവിടെ. അപ്പൊ ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനപ്പോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പോകാറില്ല. പക്ഷെ അവര് വിഷ്വൽസ് എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് ഞാനത് കാണാറുണ്ട്. ഷൂട്ട് ചെയ്താക്കണെല്ലാം ഞാൻ വരുമ്പോ ഇവര് എനിക്ക് കാണിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അറിയാലോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഷൂട്ട് ചെയ്താക്കണ ഫുട്ടേജ് ആണ് അതിന്റെ ഇത്. അപ്പൊ അത് കാണുമ്പോ എന്റെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇതാണെന്ന് പറയും. ഇങ്ങോട്ടേക്ക് സാറിന്റെ IMDb പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അതില് വേണു കൊന്നപ്പള്ളി ആൻഡ് മമ്മൂട്ടി പ്രൊജക്ട് എന്ന് പറഞ്ഞ അൺടൈറ്റിൽ പ്രൊജക്ട് അങ്ങനെ എഴുതി വരുന്നുണ്ട്. ശരിക്കും ഒരു മമ്മൂക്ക സിനിമ മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് എല്ലാ ഇന്റർവ്യൂല് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മമ്മൂക്കായിട്ട് ഒരു ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സബ്ജക്ട് വേണമല്ലോ. ഇപ്പൊ ഓരോ കഥകൾ വരുമ്പോഴും ഞാൻ എന്റെ മനസ്സിൽ കൂടി ഇത് പോകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പറ്റുമോ? അതെ, മമ്മൂക്ക് പറ്റിച്ച പലരും എന്റെ അടുത്ത് ഇത് മമ്മൂക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ടൊക്കെ വരുമ്പോ എനിക്ക് മമ്മൂക്കിന് ഇത് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ല ഒരു സാധനം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പലരുടെ ഒന്നും പറയാറുണ്ട്, നിങ്ങളൊരു നല്ല സബ്ജക്റ്റ് ആയിട്ട് പോവാ, നമ്മള് മമ്മൂക്കനെ വെച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ മമ്മൂക്കന്റെ അടുത്ത് നമ്മൾ ഈ മാമൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മമ്മൂക്കായിട്ട് നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു റിലേഷൻ ഉള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു നല്ല സബ്ജക്ട്, അതായത് വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ ഏതെങ്കിലും. ഇത് ഞാൻ ഉദ്ദേശിക്കണില്ല. എപ്പോഴും ഒരു സിനിമക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്ത വന്നം, എന്നാലും മാത്രമാണ് ആൾക്കാരെ തിയേറ്ററിലോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും കരുതണത്.